ഡിസംബർ 24 പാതിരാത്രി അല്ലെങ്കിൽ ഡിസംബർ 25 വെളുപ്പാങ്കാലം എന്നും പറയാം. കാരണം 12 മണിക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയത്. കുട്ടികളെല്ലാം കിടന്ന് ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. എന്നാലല്ലേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. ഒരുവിധം എല്ലാ ഡിസംബർ 24 രാത്രിയും ഇതൊക്കെ തന്നെ അവസ്ഥ. കുട്ടികളുടെ ഗിഫ്റ്റെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് അമ്മയുള്ളപ്പോൾ കുഴപ്പമില്ല. പക്ഷേ അമ്മയുടെ ഗിഫ്റ്റ് പാക്ക് ചെയ്യുമ്പോൾ അമ്മ കാണാൻ പാടില്ലല്ലോ. അത് കാരണം അമ്മയെല്ലാം കിടന്നതിന് ശേഷമാണ് അമ്മയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തത്. അമ്മ എന്ന് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി എഴുതി അവിടെ കൊണ്ടുപോയി വെച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ ഇത് ഓൾറെഡി ഉണ്ടല്ലോ കുറച്ച് ഗിഫ്റ്റൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയപ്പോൾ ഫ്രണ്ട്സൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയി ഓൾറെഡി ക്രിസ്മസ് ട്രീയുടെ താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സച്ചു സാന്റാക്ലോസിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ലെറ്ററും കൂടിയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഗിഫ്റ്റ് എല്ലാം സാധാരണ ഒരിക്കലും പതിവില്ലാത്തതാണ്. എല്ലാ ഡിസംബർ 24 നമ്മൾ ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് വെക്കല് കേട്ടോ. പക്ഷേ ഇത്തവണ എന്തുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിപ്പോയി. എല്ലാം നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാക്ക് ചെയ്തിട്ട് പിള്ളേർ കാണാതിരിക്കാൻ വേണ്ടി കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുപോയാണ് വെച്ചത്. അപ്പോൾ പിന്നെ അത് പുറത്തേക്ക് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അതാകുമ്പോൾ എളുപ്പപ്പണിയായി. ഇല്ലെങ്കിൽ പിന്നെ കഷ്ടപ്പാടാണ്. അപ്പോൾ പിന്നെ അതെല്ലാം അല്ലെങ്കിൽ എങ്ങനെയെന്ന് അറിയോ, കാറിൻ്റെ ഡിക്കിൽ കൊണ്ടുപോയിട്ട് ഗിഫ്റ്റെല്ലാം വെക്കും. എന്നിട്ട് പാക്ക് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഫ്രണ്ടും കൂടി നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് പിള്ളേർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം അതും നമ്മളെടുത്ത് കാറിൻ്റെ ബാക്കിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് എടുത്ത് വെച്ചു. ഇതൊക്കെ ഒരുവിധം എല്ലാ ഡിസംബർ 24 ഉണ്ടാവുന്ന. പിന്നെയാണ് ഞാൻ സച്ചുവിൻ്റെ ലെറ്റർ എടുത്ത് വായിച്ചു കേട്ടോ, സാന്റാക്ലോസിനുള്ള. അപ്പോൾ അവളുടെ ആ ലെറ്ററിന് ഉത്തരങ്ങളൊക്കെ സാന്റാക്ലോസ് എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ എഴുതി പിടിപ്പിച്ചു. പിന്നെ ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് അവിടെയൊക്കെ മെസ്സാക്കുന്ന രീതിയിൽ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ കുറച്ച് വലിയ പേപ്പേഴ്സ് അടപ്പിത് എന്താണെന്ന് നോക്കിയത്. അപ്പോൾ ഒരെണ്ണം നോക്കിയപ്പോൾ ക്രൗൺ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കാം. പിന്നെ വേറെ ഒരെണ്ണം അതെന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ അതിനെ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ഞാൻ വെച്ചു ക്രൗൺ ഷേപ്പിനെ നമുക്ക് ഗിഫ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചാലോ, എന്നാൽ പിന്നെ സാന്റാക്ലോസ് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊന്നും അവൾക്കും തോന്നട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ സാന്റാക്ലോസിൻ്റെ ലെറ്ററിൻ്റെ കാര്യം അവർ പിറ്റേ ദിവസം കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഇത് അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ, നാളെ ഗിഫ്റ്റ് അൺബോക്സിങ്ങുമായിട്ട് കാണാം.